ഇനി കണ്ണൂരിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ കെ സുധാകരൻ്റെ നീക്കങ്ങൾ കോൺഗ്രസിന് അലോസരമാകുന്നു. എന്നാൽ ചില പ്രേക്ഷകർ ചോദിക്കുന്നു, എം പി സ്ഥാനം രാജിവെച്ചിട്ട് ഇദ്ദേഹത്തിന് മത്സരിച്ചുകൂടെ? അപ്പം ഓരോ നേതാവും ഓരോ രീതിയിൽ ചിന്തിക്കുന്നു. യഥാർത്ഥത്തിൽ മറ്റുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ അവരുടെ ആളുകളെയൊക്കെ പ്രഖ്യാപിച്ചിട്ടും കോൺഗ്രസിന് സ്ഥാനാർത്ഥി ലിസ്റ്റുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ അലോസരമുണ്ടാകുന്നു കണ്ണൂരിൽ. കെ സുധാകരൻ്റെ നീക്കങ്ങൾ എങ്ങനെയാണ് അജീഷ്? ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്താണ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും കെ സുധാകരനെ ഇന്നാണ് രാഹുൽ ഗാന്ധി ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നത്. പക്ഷേ ഇന്ന് പോകേണ്ട എന്നുള്ളതാണ് കെ സുധാകരൻ നിലവിൽ എടുത്തിരിക്കുന്ന തീരുമാനം. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചൊരു ഉറപ്പ് കേന്ദ്ര നേതൃത്വത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടാണ് യാത്ര മാറ്റിവെച്ചത്. നാളെ പോകുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് ഒരു ഉറപ്പ് കിട്ടിയാൽ മാത്രമേ നാളെ പോകുന്ന കാര്യത്തിലും അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയൂ. എന്തായാലും നമ്മൾ അദ്ദേഹത്തിന്റെ ക്യാമ്പിനോട് സംസാരിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ആ കൂടെയുള്ളവരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് നാളെ ഡൽഹിക്ക് പോകും എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് രമേശ് ചെന്നിത്തല മാത്രമാണ് അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടുന്നത്. കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ആരും അദ്ദേഹത്തെ ഇതുവരെയ്ക്കും ബന്ധപ്പെട്ടിട്ടില്ല. ഡൽഹിയിൽ നിന്ന് മടങ്ങിയതിനു ശേഷം ആരും ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കടുത്ത തീരുമാനങ്ങളിലേക്കൊന്നും പോകരുതെന്നുള്ളൊരു നിർദ്ദേശം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ ആവർത്തിച്ച് ഈ കാര്യമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഒന്നും പ്രതികരിക്കാനില്ല, എല്ലാം പാർട്ടി തീരുമാനിക്കും എന്നുള്ളൊരു ഒഴുക്കൻ മറുപടി മാത്രമാണ് കെ സുധാകരൻ നൽകിയത്. എന്തായാലും അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കാര്യത്തിൽ ഒരു ഉറപ്പ് കിട്ടാതെ ഡൽഹിക്ക് പോകില്ല എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് പോവാത്തത്. എന്തായാലും നാളെ പോകും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. സത്യത്തിൽ കണ്ണൂർ സീറ്റിന്റെ കാര്യത്തിൽ കോൺഗ്രസിനകത്ത് വലിയൊരു കീറാമുട്ടിയായി നിലനിൽക്കുകയാണ് കെ സുധാകരൻ. കണ്ണൂരിൽ യഥാർത്ഥത്തിൽ ആകെ 2 മണ്ഡലത്തിൽ മാത്രമാണ് ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളെ ആയത്. അതായത് ഇരിക്കൂറും പേരാവൂരിലും മാത്രമാണ്. ഇരിക്കൂറിൽ സജീവ് ജോസഫും പേരാവൂരിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ഈ 2 പേരുകൾ മാത്രമാണ് ഉറപ്പിച്ചത്. മറ്റു മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഈ പേരുകൾ, തുടക്കത്തിൽ കേട്ടിരുന്ന പേരുകളൊക്കെ തന്നെ മറഞ്ഞു വരുന്നൊരു സ്ഥിതിയാണ് ഇന്നലെ രാത്രി നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഉണ്ടായത്. അതേസമയം LDF ആകട്ടെ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചു. CPM അവരുടെ 9 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇലക്ഷൻ പ്രചരണവും തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലെ പല മണ്ഡലങ്ങളിലും റോഡ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് മട്ടന്നൂർ, പേരാവൂർ മണ്ഡലങ്ങളിൽ VK ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.